നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതിക്കുള്ള അധിക തീരുവ നാളെ മുതൽ. അധികം വൈകാതെ കേരളം ഞെട്ടുന്ന വാർത്ത പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസ് പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാൻ അനുമതി. ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട 2 സ്കൂൾ വിദ്യാർത്ഥികളെ കാണാതായി. ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതിക്കുള്ള അധിക തീരുവ നാളെ മുതൽ. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കൻ തീരുമാനം നാളെ നിലവിൽ വരും. ഇത് സംബന്ധിച്ച് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് വിജ്ഞാപനം പുറത്തിറക്കി. 6-ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതായി വിജ്ഞാപനത്തിൽ പറയുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 50% ഇതോടെ ഉയരും. നടപടി അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമെന്നാണ് ഇന്ത്യ പ്രതികരിച്ചത്. അധികം വൈകാതെ കേരളം ഞെട്ടുന്ന വാർത്ത പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അധികം വൈകാതെ കേരളം ഞെട്ടുന്ന വാർത്ത പുറത്തുവരുമെന്നും അതുകൊണ്ട് CPM-കാർ അധികം കളിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. രാഹുൽ പ്രശ്നത്തിൽ CPIM പ്രതിഷേധം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായ ആരോപണത്തിൽ അവർക്ക് മറുപടിയില്ലെന്നതാണ് കാരണമെന്നും വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. BJP പ്രതിഷേധത്തിന് ഉപയോഗിച്ച കാളയെ ഉപേക്ഷിക്കരുതെന്നും വൈകാതെ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തേണ്ടതായി വരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസ് പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാൻ അനുമതി. തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP നേതാവ് K. സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയിരുന്ന കോടതി വിധിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി അനുമതി നൽകി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രൻ BSP സ്ഥാനാർത്ഥി സുന്ദരയ്ക്ക് 2 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും കോഴ നൽകിയെന്ന കേസിലായിരുന്നു സെഷൻസ് കോടതി വിധി. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാനുള്ള അനുമതിയാണ് ഹൈക്കോടതി നൽകിയത്. പുനഃപരിശോധനാ ഹർജിക്ക് പകരം അപ്പീലാണ് നൽകേണ്ടതെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട് 2 സ്കൂൾ വിദ്യാർത്ഥികളെ കാണാതായി. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. 2 സ്കൂൾ വിദ്യാർത്ഥികളെ ആറ്റിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പത്തനംതിട്ടയിലെ അച്ചൻകോവിലാറ്റിലാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ അജ്സൽ അജി, നബീൽ നിസാം എന്നീ വിദ്യാർത്ഥികളെ കാണാതായത്. പത്തനംതിട്ട മർത്തോമ സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇവരടക്കം 7 പേരാണ് പരീക്ഷ കഴിഞ്ഞ് ആറ്റിലെ തടയണയ്ക്ക് സമീപമെത്തിയിരുന്നത്. ഒരാൾ ഇറങ്ങി കാൽവഴുതി വീണപ്പോൾ രണ്ടാമൻ രക്ഷിക്കാൻ ശ്രമിക്കുകയും 2 പേരും ഒഴുക്കിൽപ്പെടുകയുമാണ് ഉണ്ടായതെന്നാണ് ലഭ്യമായ വിവരം. നീണ്ട തിരച്ചിലിനൊടുവിൽ അജ്സൽ അജിയുടെ മൃതദേഹം കണ്ടെത്തിയതായാണ് ഒടുവിൽ ലഭിച്ച വിവരം. ഭക്ഷണശാലയിലെ പണം കവർന്ന മോഷ്ടാവ് അറസ്റ്റിൽ. ഭക്ഷണശാലയിലെ കവർച്ചയിൽ മുൻ തടവുകാരൻ പിടിയിൽ. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിനോട് ചേർന്ന ഭക്ഷണശാലയുടെ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 4 ലക്ഷം രൂപ മോഷ്ടിച്ചയാളെ പിടിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി അബ്ദുൾ ഹാദിയാണ് പിടിയിലായത്. സെൻട്രൽ ജയിലിൽ 2 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയയാളാണ് സ്ഥിരം മോഷ്ടാവായ ഇയാൾ. ബാങ്ക് അവധി കാരണം ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണശാലയുടെ 3 ദിവസത്തെ കളക്ഷൻ തുകയാണ് അലമാരയും മേശയും തകർത്ത് ഹാദി കവർന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ജീവനൊടുക്കിയ നിലയിൽ. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കകം വാർഡ് അംഗം പേഴും കട്ടക്കൽ ശ്രീജയാണ് മരിച്ചത്. റബ്ബർ ഷീറ്റിന് അടിക്കാനായി വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആസിഡാണ് കുടിച്ചതെന്നാണ് സൂചന. മകളാണ് ശ്രീജയെ അവശനിലയിൽ കണ്ടത്. സാമ്പത്തിക ബാധ്യതകൾ കാരണം ജീവനെടുക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. 3 മാസം മുൻപും ഇവർ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നതായാണ് വിവരം. മൈക്രോ ഫിനാൻസ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പരാതി ഉന്നയിച്ച് LDF പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിൽ മനംനൊന്താണ് ശ്രീജ ജീവനൊടുക്കിയതെന്ന് ശ്രീജയുടെ ഭർത്താവും കോൺഗ്രസും ആരോപിച്ചു. ശ്രീജയ്ക്ക് 60 ലക്ഷം രൂപയുടെ ബാധ്യത നേരിട്ടിരുന്നതായും കടം വീട്ടാൻ ഭൂമി വിൽക്കാൻ ശ്രമിച്ചിരുന്നെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നു. മദ്യലഹരിയിൽ കിടപ്പുരോഗിയായ അച്ഛനെ മർദ്ദിച്ച സംഭവം. ഇരട്ട സഹോദരങ്ങൾ അറസ്റ്റിൽ. മദ്യലഹരിയിൽ കിടപ്പുരോഗിയും അവശനുമായ അച്ഛനെ മർദ്ദിച്ച ഇരട്ട സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ ചേർത്തലയിലാണ് സംഭവം. പുതിയകാവ് സ്വദേശികളായ ചന്ദ്രനിവാസിൽ അഖിൽ ചന്ദ്രൻ, നിഖിൽ ചന്ദ്രൻ എന്നിവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അഖിലാണ് അച്ഛൻ ചന്ദ്രശേഖരൻ നായരെ ഞായറാഴ്ച രാത്രി ക്രൂരമായി ഉപദ്രവിച്ചത്. മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കട്ടിലിരുന്ന് തലയെടുത്ത് മടിയിൽ വെച്ച് കഴുത്തിഞ്ഞിരിക്കുകയും ഇരുമ്പ് വള വെച്ച് തലയ്ക്ക് അടിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അക്രമത്തിൽ സഹോദരങ്ങൾ ദൃശ്യങ്ങളിൽ സന്തോഷം പങ്കുവയ്ക്കാൻ
പഠിക്കുന്നതായും കാണുന്നു. ഇവരുടെ അമ്മയ്ക്ക് അക്രമം നിസ്സഹായയായി കണ്ട് സമീപത്ത് ഇരിക്കേണ്ടി വന്നിരുന്നു. ഈ അക്രമ ദൃശ്യങ്ങൾ നിഖിൽ മൊബൈലിൽ പകർത്തി മൂത്ത സഹോദരൻ പ്രവീൺ ചന്ദ്രനും മറ്റു ചില ബന്ധുക്കൾക്കും പോസ്റ്റ് ചെയ്തു. പ്രവീണാണ് പോലീസിൽ വിവരമറിയിച്ചത്. മുൻപും 2023 ചന്ദ്രശേഖരൻ നായരെ മക്കൾ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും അന്ന് പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചതാണെന്നുമാണ് പറയുന്നത്. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സജ്ജമായി. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റൽ നിലവിൽ വന്നു. കോട്ടയത്ത് MG സർവകലാശാല ക്യാമ്പസിൽ സജ്ജമാക്കിയ ഹോസ്റ്റൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 6 വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമാണ് ഹോസ്റ്റലിൽ തയ്യാറാക്കിയിട്ടുള്ളത്. വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഹോസ്റ്റലിന്റെയും കിഫ്ബിയിൽ നിന്ന് 57 ലക്ഷം വിനിയോഗിച്ച് നിർമ്മിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിന്റെയും നിർമ്മാണോദ്ഘാടനങ്ങളും മന്ത്രി ബിന്ദു നിർവഹിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. മദ്യവിൽപ്പനശാലയിൽ ആഹ്ലാദ സൂചകമായി ദക്ഷിണ നൽകി ഉപഭോക്താവ്. പണത്തിന് പകരം കൗണ്ടറിലൂടെ വെറ്റിലയും അടക്കയും നീട്ടിയത് കണ്ടപ്പോൾ സെയിൽസ്മാൻ ഒന്ന് ശങ്കിച്ചു. ദക്ഷിണ വെച്ചതോ മദ്യം വാങ്ങാനെത്തിയ ഉപഭോക്താവും. ഈ കൗതുക കാഴ്ച കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ബീവറേജസ് ഔട്ട്ലെറ്റിലാണ് സംഭവിച്ചത്. ചില സാങ്കേതിക കാരണങ്ങളാൽ 1 വർഷം മുമ്പ് അടച്ച മദ്യവിൽപ്പനശാലയാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം പുനരാരംഭിച്ചത്. ഇതിലുള്ള ആഹ്ലാദം പങ്കുവയ്ക്കാനാണ് നാട്ടുകാരനായ ഉപഭോക്താവ് മദ്യം വാങ്ങാൻ ദക്ഷിണയുമായി എത്തിയത്. ട്രെയിനിൽ വിൽപ്പനയ്ക്ക് കഞ്ചാവുമായി എത്തിയ 3 സ്ത്രീകൾ പിടിയിലായി. ട്രെയിനിൽ വിൽപ്പനയ്ക്കായി കഞ്ചാവുമായി എത്തിയ ഇതര സംസ്ഥാനക്കാരായ 3 സ്ത്രീകൾ പിടിയിൽ. ജാർഖണ്ഡ് സ്വദേശികളായ സവിതാകുമാരി, ശോഭാകുമാരി, കുമാരി എന്നിവരെയാണ് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. ഇവരിൽ നിന്ന് 23 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ബാഗുകളിൽ 13 പൊതികളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഗാസ മുനമ്പിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഗാസയിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മാധ്യമ പ്രവർത്തകരടക്കം 21 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പരസ്യമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖേദം പ്രകടിപ്പിച്ചു. ഇസ്രായേൽ അഗാധമായി ഖേദിക്കുന്നുവെന്ന് നെതന്യാഹു എക്സിൽ കുറിച്ചു. മാധ്യമ പ്രവർത്തകരും മെഡിക്കൽ സ്റ്റാഫും സാധാരണക്കാരും അടക്കം എല്ലാവരുടെയും പ്രവർത്തനത്തെ ഇസ്രായേൽ വിലമതിക്കുന്നതായും നെതന്യാഹു കുറിച്ചു. സംഭവത്തിൽ സൈനിക അധികാരികൾ സമഗ്ര അന്വേഷണം നടത്തുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു. തെക്കൻ ഗാസ മുനമ്പിലെ നാസർ ആശുപത്രിക്ക് നേരെ തിങ്കളാഴ്ചയാണ് വ്യോമാക്രമണം ഉണ്ടായത്. റോയിട്ടേഴ്സ്, അസോസിയേറ്റഡ് പ്രസ്, AP, അൽ ജസീറ ചാനൽ എന്നിവയിലെ മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. റോയിട്ടേഴ്സ് ക്യാമറ പേഴ്സൺ ഖുസാം അൽ മസ്രി, AP ഫ്രീലാൻസ് റിപ്പോർട്ടർ മറിയം ദഖ, അൽ ജസീറയുടെ മുഹമ്മദ് സലാം, മോസ് അബു താഹ, അഹ്മദ് അബു അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ട മാധ്യമ പ്രവർത്തകർ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 കോടി വിലമതിക്കുന്ന കഞ്ചാവുമായി യുവാവ് വിമാനത്താവളത്തിൽ പിടിയിൽ. രാജ്യാന്തര വിപണിയിൽ 4 കോടി വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരാൾ വിമാനത്താവളത്തിൽ പിടിയിൽ. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി സിബിനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായത്. 4.1 കിലോ കഞ്ചാവാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത്. തായ്ലൻഡിൽ നിന്നും കൊലാലംപൂർ വഴി കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. അച്ഛനമ്മമാരെ ആക്രമിച്ച്
സ്വർണമാല മോഷ്ടിച്ച 52കാരനെ പിടികൂടി. അച്ഛനമ്മമാരെ ആക്രമിക്കുകയും സ്വർണമാല മോഷ്ടിക്കുകയും ചെയ്തതിന് 52കാരനെ പിടികൂടി. തൃശൂർ മറ്റത്തൂർ ഐപ്പട്ടുപടി സ്വദേശി സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. 74കാരനായ അച്ഛൻ രാമുവിനെയും അമ്മ വാസന്തിയെയും അസഭ്യം പറഞ്ഞ് ഉപദ്രവിച്ച ശേഷം കിടപ്പുമുറിയുടെ വാതിൽ പൊളിച്ചു കടന്ന് അലമാരിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2.25 പവൻ മാല മോഷ്ടിക്കുകയായിരുന്നു. മാല മതിലകം വെമ്പല്ലൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ 20,000 രൂപയ്ക്ക് പണയപ്പെടുത്തിയതിന്റെ രേഖകൾ പോലീസ് കണ്ടെടുത്തു. നമ്പർ ബ്ലോക്ക് ചെയ്ത യുവതിയെ ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറി ആക്രമിച്ച യുവാവ് അറസ്റ്റിലായി. മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്തതിന് യുവതിയെ ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറി ആക്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് പുതുക്കോട് സ്വദേശി 27കാരൻ ജിജോയെയാണ് തൃശൂർ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 24-നാണ് അറസ്റ്റിനാസ്പദമായ അക്രമമുണ്ടായത്. പുലർച്ചെ 12:30-ഓടെ കൊരട്ടി ഉല്ലാസ് നഗറിലുള്ള ഹോസ്റ്റലിലെത്തിയ ജിജോ തെറി പറയുകയും യുവതിയെ ഹെൽമറ്റ് ഉപയോഗിച്ച് ആക്രമിക്കുകയും ഹോസ്റ്റലിലെ ജനലുകൾ കല്ലെറിഞ്ഞ് തകർക്കുകയും ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതിക്കുള്ള അധിക തീരുവ നാളെ മുതൽ. അധികം വൈകാതെ കേരളം ഞെട്ടുന്ന വാർത്ത പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസ് പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാൻ അനുമതി. ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട് 2 സ്കൂൾ വിദ്യാർത്ഥികളെ കാണാതായി. ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.